അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 127. എനിക്ക് കിസ് ചെയ്യാൻ തോന്നും കുഞ്ഞാ, അഗ്നി പറഞ്ഞു. എവിടെ? അവൾക്ക് ആകാംക്ഷ. ഇവിടെ. അവൻ അവളുടെ ചുണ്ടിൽ തൊട്ടു. ജ്വാല ചിരിച്ചു. പിന്നെ ഇവിടെ. അവൻ അവളുടെ കഴുത്തിലായി തൊട്ടു. ജ്വാല വിറച്ചു. പിന്നെ ഇവിടെ കടിക്കാൻ തോന്നും. ജ്വാല ഉമിനീർ വിഴുങ്ങി. പിന്നെ അവൾ ചോദിച്ചു. അഗ്നി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ പൂച്ച കണ്ണുകൾ വല്ലാതെ പിടയ്ക്കുന്നത് പോലെ. അടുത്ത നിമിഷം അഗ്നിയുടെ കൈകളുടെ സ്ഥാനം അവളുടെ കഴുത്തും കടന്ന് താഴേക്ക് നീങ്ങി. ദേവേട്ട, അവളുടെ ശബ്ദം പതിഞ്ഞു. പിന്നെ ഇവിടെ എന്തൊക്കെയോ ചെയ്യാൻ തോന്നും. അവന്റെ സ്വരത്തിലും ഒരു വിറയൽ. ജ്വാല അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു. വിറയ്ക്കുന്നു അവളുടെ ദേഹം. അഗ്നി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഇങ്ങനെ വിറയ്ക്കല്ലേ കുഞ്ഞാ, ഇപ്പൊ ഒന്നും ചെയ്യില്ല. അവന്റെ സ്വരം അത്രത്തോളം മൃദുലമായതുപോലെ തോന്നി. അവൾ മറുപടി പറഞ്ഞില്ല. കൈകൾ ഒന്നുകൂടി അവനിലായി മുറുകി. തഴയ്ക്കുക. അവളുടെ കൈകൾ തന്നിൽ മുറുകുമ്പോൾ അവളോട് തനിക്ക് മറ്റെന്തൊക്കെയോ തോന്നുന്നുവെന്ന് മനസ്സിലാക്കി അഗ്നി പെട്ടെന്ന് ചോദിച്ചു. ജ്വാല മുഖമുയർത്തി അവനെ നോക്കി. എന്താടാ? അവൻ ചോദിച്ചു. അവൾ അവന്റെ കഴുത്തിലൂടെ കൈ ചുറ്റി അവന്റെ ചുണ്ടിൽ ചെറുതായൊന്ന് മുത്തി. അഗ്നി അവളെ കണ്ണുവിടർത്തി നോക്കി. ഇങ്ങനെ ഇരിക്കാൻ തോന്നുന്ന എപ്പോഴും ദേവേട്ടനില്ലാതെ പറ്റണില്ല എനിക്ക്, അവള് പറഞ്ഞു. നമുക്ക് കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് എങ്ങോട്ടേലും പോവാട്ടോ. കുറച്ചു ദിവസം ഞാനും എൻ്റെ കുഞ്ഞിനും മാത്രമായിട്ട്. അപ്പോ അച്ഛയമ്മയും ആരവേട്ടനും വേണ്ടേ? അവള് ചോദിച്ചു. അപ്പൊ അവര് വേണ്ട, ഞാനും നീയും മാത്രം മതി. പക്ഷെ ആ യാത്ര പോകുന്നതിന് മുന്നേ നീ എൻ്റേത് മാത്രം ആയിരിക്കണം. അവൻ അവളുടെ ചുണ്ടിൽ പതിയെ തലോടി. ഞാൻ ഞാൻ ദേവേട്ടൻ്റെയാ, അവള് പറഞ്ഞു. അതെനിക്കറിയാ, പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. അത് ആ ദിവസം വൈകാതെ ഉണ്ടാവുന്ന മനസ്സ് പറയുന്നു. അതിനായി കാത്തിരിക്കുക ഞാൻ. അവൻ പറഞ്ഞതും ജ്വാല സംശയത്തോടെ തലയാട്ടി. അത് കണ്ട് അവന് ചിരി വന്നു പോയി. എന്ത് പറഞ്ഞാലും ഇങ്ങനെ തലയാട്ടിക്കോളും. അവസാനം കാറിപ്പൊളിച്ച് നീ എല്ലാരെയും എല്ലാം അറിയിക്കുമെന്ന് എൻ്റെ പേടി. അവനിൽ അപ്പോഴും ചിരിയാണ്. എന്തറിയിക്കാനാ? അവൾക്ക് മനസ്സിലായില്ല. ഒന്നുമില്ല എൻ്റെ പെണ്ണെ, നീ ഒന്ന് എണീറ്റേ, നമുക്ക് പോവാ. വെറുതെ മൈൻഡിൽ ഓരോ ചിന്ത കൊണ്ടുവരാൻ. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളെ മടിയിന്ന് എഴുന്നേൽപ്പിച്ചു. ജ്വാല അപ്പോഴും അവനെ സംശയത്തോടെ നോക്കുകയാണ്. ഇങ്ങനെ നോക്കി നിൽക്കാതെ വരാൻ നോക്ക്. അവളുടെ കവിളിൽ ഒന്നുകൂടി ചുംബിച്ച് അവൻ പറഞ്ഞു. ജ്വാല ചിരിയോടെ തലയൊന്നാട്ടി. അപ്പോഴാണ് അവൾ അവന്റെ ഷർട്ട് ശ്രദ്ധിക്കുന്നത്. അയ്യോ, ഷർട്ട് ചുളിഞ്ഞു ദേവേട്ടാ. ആ, അത് കുഴപ്പമില്ല, നീ വാ. അവള് മൂളി. പെട്ടെന്നെന്തോ ഓർത്തതുപോലെ അവൻ അവളെ ചേർത്ത് പിടിച്ചു. അവളെ എന്തായെന്ന പോലെ അവനെ നോക്കി. പിന്നെ ഈ കഴിഞ്ഞ ഒരാഴ്ച നടന്ന കാര്യങ്ങളൊന്നും നിന്റെ ഫ്രണ്ട്സിനോട് പറയണ്ട കേട്ടോ. എന്തു പറയണ്ടാന്നാ? അതോ അത് ഇത്രയും ദിവസം ദേവേട്ടൻ എൻ്റെ കുഞ്ഞിനോട് ഓരോ കുറുമ്പൊക്കെ കാണിച്ചില്ലേ, ഇഷ്ടം കൊണ്ടാ. അതൊന്നും ആ പെണ്ണുങ്ങളോട് പറയരുത് എന്ന് അവൻ നേരെ പറഞ്ഞു കൊടുത്തു. ജ്വാലയുടെ മുഖം ചുവന്നു. ആ മുഖത്തേക്ക് അവൻ കൗതുകത്തോടെ നോക്കി. പറയോ? പറയില്ല, അവള് നാണത്തോടെ പറഞ്ഞു. അഗ്നി ചിരിയോടെ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ഇന്നെനിക്ക് നല്ല ബിസി ആയിരിക്കും കേട്ടോ. ശങ്കരേട്ടൻ വരും ഈവനിങ് നിന്നെ പിക്ക് ചെയ്യാൻ. അവൻ പറഞ്ഞതും അവളുടെ മുഖം മങ്ങി. ആ, ഇങ്ങനെ വാടാതെ പെണ്ണെ. ഡ്രൈവിംഗ് പഠിക്കാന്ന് പറഞ്ഞപ്പോ അവൾക്ക് പേടി. അല്ലെങ്കിൽ ഇപ്പൊ തനിച്ചു പോവായിരുന്നു. എനിക്ക് പേടിയായതുകൊണ്ടാ. അവൾ ചുണ്ടു പിളർത്തി. ഈ പേടിയൊക്കെ ഞാൻ മാറ്റിത്തരുന്നുണ്ട്. തൽക്കാലം ഇങ്ങനെ പോട്ടെ. അവൻ പറഞ്ഞതും ജ്വാല ചിരിച്ചു. പിന്നെ നീ ഡാൻസ് പഠിക്കുന്നുണ്ടെന്നല്ലാതെ ഞാനിതുവരെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. എന്നാ എനിക്ക് കളിച്ചു കാണിച്ചു തരുന്നേ? അവൻ പുഞ്ചിരിയോടെ ചോദിച്ചു. കാണിച്ചു തരാ, നേരെ പഠിക്കട്ടെ, അവള് കുറുമ്പോടെ പറഞ്ഞു. നീ പെട്ടെന്ന് പഠിച്ചെടുക്കുന്നുണ്ടെന്നാണല്ലോ നിന്റെ ദേവയാനിയമ്മൻ പറഞ്ഞത്. അവൻ പുരികമുയർത്തി. ഞാൻ കളിച്ചു തരാ ദേവേട്ടാ, കുറച്ചുകൂടി കഴിയട്ടെ. അവള് കുറുമ്പോടെ അവന്റെ മീശയിൽ പിടിച്ചു വലിച്ചു. ഹൂ, ഈ പെണ്ണ്. ദേവേട്ടാ, ഒരു നരച്ച മുടി ദേവേട്ടന്റെ മീശയില്. അവൾ അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. വയസ്സായില്ലേ, അതാവും, അവൻ കുസൃതിയോടെ പറഞ്ഞു. അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. വയസ്സോ? ദേവേട്ടനോ? എന്റെ ദേവേട്ട കണ്ട ഇപ്പോഴും ചെറിയ ചെക്കനാണല്ലോ. ആണോ? അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. അവള് മൂളിയതേയുള്ളൂ. അവന്റെ നോട്ടം അങ്ങനെയാണ്. അവൻ അവളെ തന്നെ നോക്കി നിന്ന നിമിഷം ജ്വാല അവന്റെ മീശയിൽ നിന്ന് ആ വെളുത്ത രോമം പറിച്ചെടുത്തു. അഗ്നി വേദനയോടെ പറഞ്ഞുകൊണ്ട് അവളെ കൂർപ്പിച്ചു നോക്കി. അങ്ങനെ ഇപ്പൊ നിരക്കണ്ട. അവള് ചുണ്ടുകൊട്ടി. എന്റെ കുറുമ്പി, നിന്നെ കൊണ്ട്. അവൻ ചിരിയോടെ അവളുടെ നെറ്റിയിൽ അവന്റെ നെറ്റി കൊണ്ടൊന്നിടിച്ചു. ജ്വാല ചിരിയോടെ അവനെ നോക്കി. എല്ലാവരോടും യാത്ര പറഞ്ഞ് ജ്വാല കാറിനകത്തേക്ക് കയറി. അച്ഛനും അപ്പോ അങ്ങോട്ട് വിട്ടോ, ഞാനിവളെ കോളേജിൽ ഇറക്കിയിട്ട് പെട്ടെന്ന് വരാം. ശരിയടാ, മോഹൻ പറഞ്ഞു. അപ്പവും തലയാട്ടി. കണ്ണാ, വണ്ടി ശ്രദ്ധിച്ചോടിക്കണേ, ചിത്തിര പേടിയോട് അവനോട് പറയുന്നുണ്ട്. അവൻ ചിരിയോടെ തലകുലുക്കി സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി. അതുവരെ അവന്റെ ചുണ്ടിലുണ്ടായിരുന്ന പുഞ്ചിരി മാഞ്ഞു. ആ മുഖം ഗൗരവത്തിലായി. അപ്പു, അതേ ഗൗരവത്തോടെ അവൻ വിളിച്ചു. ഏട്ടാ. അവൻ അഗ്നിയുടെ പുറകിലേക്ക് വന്നു. അന്വേഷിച്ചോ?
അഗ്നി ചോദിച്ചു. ഉം, ഇന്ന് നൈറ്റ് 8 മണിക്ക് റിയൂണിയൻ പബ്ബിൽ വരും. അവന്റെ ഏതൊക്കെയോ ഗ്യാങ്ങിനെ കൊണ്ടാ ബാംഗ്ലൂരിൽ നിന്ന് വന്നിരിക്കുന്നെ. അവനും കരുതിക്കുട്ടി തന്നെയാ, അപ്പു ഗൗരവത്തോടെ പറഞ്ഞു. അഗ്നിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു, ക്രൂരമായ ചിരി. ശരി, ഏതായാലും അവൻ എന്നെ വെയിറ്റ് ചെയ്യല്ലേ, അപ്പോ ഞാനായിട്ട് തന്നെ അങ്ങോട്ട് ചെന്നേക്കാ, അഗ്നി പറഞ്ഞു. ഏട്ടാ തനിച്ചു പോവണ്ട, ഞാൻ കൂടി വരാം, അപ്പു പറഞ്ഞതും അഗ്നി അവനെ ഒന്ന് നോക്കി. അനിയൻ ഇവിടെ നില്ല്, ഏട്ടൻ നോക്കിക്കോളാ, മീശ പിരിച്ചൊരു ചിരിയോടെ അത്രയും പറഞ്ഞ് അവൻ മുന്നോട്ട് നടക്കവേ അപ്പുവിന്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. പക്ഷെ അത്രയും നേരം കാറിനകത്തിരുന്ന് അവരെ ശ്രദ്ധിക്കുകയായിരുന്ന ജ്വാലയ്ക്ക് അഗ്നിയുടെ മുഖത്ത് വിരിഞ്ഞ ചിരിയുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലായില്ല. അവരുടെ സംസാരം അവൾ കേട്ടതുമില്ല. ആലോചനയോടെ അവൾ അങ്ങനെ തന്നെ ഇരുന്നു. പൂവാ, ഡ്രൈവിംഗ് സീറ്റിൽ വന്നിരുന്നു കൊണ്ട് അഗ്നി ചോദിച്ചു. ജ്വാല ഞെട്ടി. ഏ, അവൾ ചോദിച്ചു. പൂവാന്ന്. എന്താ അരവേട്ടനോട് സംസാരിച്ച് സീരിയസ് ആയ കാര്യം പോലെ തോന്നി ദേവേട്ടന്റെ മുഖം കണ്ടിട്ട്, ജ്വാല ചോദിച്ചു. ഏയ് ഒന്നുമില്ല, അവൻ കണ്ണു ചിമ്മിക്കൊണ്ട് കാറ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴും അവനിൽ കുറച്ചു മുന്നേ വിരിഞ്ഞ ആ ചിരി മുന്നേ എപ്പോഴോ കണ്ടതുപോലെ അവളുടെ ചങ്കൊന്ന് വിറച്ചു. എപ്പോഴായിരുന്നു അത്? സുരഭിയേച്ചിയെ തല്ലിയ സമയത്തായിരുന്നോ? അവള് വെപ്രാളത്തോടോർത്തു. അല്ല, കിച്ചേട്ടനെ അന്ന് അന്ന് കുളക്കടവിൽ വെച്ച് അടിക്കുമ്പോ. ആ ചിന്തയിൽ പോലും ജ്വാല നടുങ്ങിപ്പോയി. എടാ, നീ എന്നാലും അവനെപ്പോലെ ഒരുത്തിനൊക്കെ പേടിച്ച് നാട് വിട്ടു എന്നൊക്കെ പറഞ്ഞ ഷെയിം ഓൺ യു ചരൺ, പബ്ബിലിരുന്ന് ഡ്രിങ്ക്സ് കഴിക്കുന്നതിനിടയ്ക്ക് കിച്ചുവിന്റെ കൂട്ടുകാരിൽ ഒരാളായ നാഗേഷ് പറഞ്ഞു. യു ആർ വെരി റൈറ്റ് നാഗേഷ്, ഇവൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, അതും ഒരു പീറ പെണ്ണിന് വേണ്ടി അവനെ ആക്സിഡന്റ് ആക്കിയെന്ന് കിച്ചുവിന്റെ മറ്റൊരു സുഹൃത്ത് അലൻ കൂടി പറഞ്ഞു. നാഗേഷ് അത് ശരിവെച്ചു. കിച്ചു അവര് പറയുന്നതെല്ലാം കേട്ട് ദേഷ്യത്തോടെ ഇരിക്കുന്നുണ്ട്. പീറ പെണ്ണ്, അങ്ങനെ തന്നെയാ ഞാനും കരുതിയിരുന്നേ. പക്ഷെ അവൾ എൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയപ്പോഴാ അവളുടെ വില എനിക്ക് മനസ്സിലായേ. അതുവരെ ആസ്വദിച്ച് നടന്നത് നഷ്ടപ്പെട്ടപ്പോഴുള്ള വേദന നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, കിച്ചു കയ്യിലെ മദ്യം വായിലേക്ക് കമഴ്ത്തി ദേഷ്യത്തോടെ പറഞ്ഞു. ഓ, തുടങ്ങി അവൻ. അവൾ ഇത്രയും വർഷം നിന്റെ കാൽച്ചോട്ടിൽ തന്നെ ഉണ്ടായിരുന്നില്ലേ, അപ്പൊ ഒന്ന് ടേസ്റ്റ് നോക്കാതെ ഇപ്പൊ അവൻ വേദന പറയുന്നു. എണീറ്റ് പോടാ, നിന്റെയൊക്കെ സ്ഥാനത്ത് ഞാനാവണായിരുന്നു. കിച്ചുവിന്റെ ഗ്യാങ്ങിലെ മൂന്നാമൻ റോഷനാണത് പറഞ്ഞത്. അത് നീ പറഞ്ഞത് കറക്റ്റാ റോഷൻ, ഇത്രയും വർഷങ്ങൾ കൊണ്ട് നമ്മൾ കാണാത്ത പെണ്ണുങ്ങളുണ്ടോ? നമ്മളെക്കാൾ കൂടുതൽ ആവേശം ഇവനായിരുന്നല്ലോ ഈ കാര്യത്തിലൊക്കെ. എന്നിട്ട് ആ കൊച്ചു സുന്ദരി അവൻ വെറുതെ വിട്ടൂന്ന്. ഐ ക്യാൻ ബിലീവ് ഇറ്റ്, ഇവനെ നമുക്ക് അറിഞ്ഞൂടെ, നാഗേഷ് വഷളത്തരത്തോടെ പറഞ്ഞു. കിച്ചു അവനെ ദേഷ്യത്തോടെ നോക്കി. നിന്നോടൊക്കെ ഞാൻ എത്ര തവണ പറഞ്ഞു അവളെ സ്വന്താക്കാൻ ഞാൻ ശ്രമിച്ചതാന്ന്, പക്ഷേ ആ പുല്ല് നിന്ന് തരില്ല. ബാംഗ്ലൂർ ആണെങ്കിൽ എനിക്കൊന്നും നോക്കാനില്ലായിരുന്നു. ഇത് പക്ഷെ അങ്ങനെയല്ല, സ്വത്തുക്കളെല്ലാം ആ നാശത്തിന്റെ പേരിലാ ആ പന്നക്കിളവൻ എഴുതി വെച്ചത്. അതുകൊണ്ട് ബലം പ്രയോഗിച്ച് അവളെ എനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുമായിരുന്നില്ല. കിച്ചു വീണ്ടും മദ്യം ഒഴിച്ചു കുടിച്ചു. നീ ഇങ്ങനെ കുടിച്ചു മറിഞ്ഞിട്ട് എന്താ കാര്യം? നിനക്കിപ്പോ എന്താ വേണ്ടേ? അവളെ, ആ ജ്വാലയല്ലേ, നിന്റെ ഉള്ളം കയ്യിൽ കൊണ്ടുവച്ച് തരും ഞങ്ങള്, അലൻ ചിരിയോടെ പറഞ്ഞു. അതേ മാൻ, ഡോൺ വെറി, നിനക്ക് അവളെ വേണമെങ്കിൽ തന്നിരിക്കും ഞങ്ങള്. അല്ലെങ്കിലും നീ മോഹിച്ചതൊന്നും നീ വെറുതെ വിടാറില്ലല്ലോ, അതും മാരേജ് കഴിഞ്ഞ എത്ര എണ്ണത്തിനെ പോലും നീ. ആ, അതുകൊണ്ട് നിന്റെ ആഗ്രഹം നമ്മൾ നടത്തിയിരിക്കും. റോഷൻ നാവുകൊണ്ട് ചുണ്ടൊന്ന് നനച്ചു. അവന്റെ ഉള്ളിലും ആ നിമിഷം ജ്വാലയുടെ മുഖമായിരുന്നു. ധാവണി ഉടുത്ത് ആരോടോ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ജ്വാല. അവളുടെ സൈഡിൽ നിന്നെടുത്ത ഫോട്ടോ ആയതുകൊണ്ട് അവളുടെ മാറിടത്തിന്റെ ഒരു ഭാഗവും പിന്നെ നഗ്നമായ അവളുടെ വയറും കാണാം. ആ ഓർമ്മയിൽ ഒരു ഉന്മാദിയെ പോലെ അവൻ കണ്ണുകൾ അടച്ചു. ചരൺ ബാംഗ്ലൂർക്ക് വരുമ്പോഴെല്ലാം അവളുടെ അത്തരത്തിലുള്ള ഫോട്ടോസ് കൊണ്ടുവരാറുണ്ട്. അന്നേ കൊതിച്ചത് അവളെ. അവൻ സ്വന്താക്കിയ ശേഷം ഞങ്ങൾക്ക് തരാന്ന് പോലും പറഞ്ഞതായിരുന്നു. ആ പ്രതീക്ഷയിലായിരുന്നു പിന്നീട്. പല പെണ്ണുങ്ങളുടെയും ചൂടറിയുമ്പോഴും അവിടെ കൊത്തിവെച്ച ശില്പം പോലുള്ള ജ്വാലയുടെ മുഖവും ശരീരം തെളിഞ്ഞു വരും. അവളെ അറിയാൻ തോന്നും. ഉഫ്, റോഷൻ പറഞ്ഞു. എന്തു പറ്റിയടാ? അവന്റെ സ്വരം കേട്ട് അലൻ ചോദിച്ചു. നത്തിങ് യാർ, ഞാൻ അവളെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഇവൻ ഫോട്ടോ കാണിച്ചു തന്ന് കൊതിപ്പിച്ച കൊച്ചു സുന്ദരി, അവളുമായിട്ടൊരു ദിവസം എൻ്റെ സ്വപ്ന, റോഷൻ കൊതിയോടെ പറഞ്ഞു. നാഗേഷും അലനും കിച്ചുവും മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു. എനിക്ക് അവളെ കിട്ടിയാ പിന്നെ നിനക്കൊക്കെ അവളെ ഞാൻ എപ്പ തന്നൂന്ന് ചോദിച്ചാ പോരേടാ. അത് പക്ഷേ അത്ര എളുപ്പമല്ല, കാരണം അവളുടെ രക്ഷകനിപ്പോ അഗ്നിദേവ. കിച്ചു കയ്യിലെ ഗ്ലാസ് ദേഷ്യത്തോടെ എറിഞ്ഞുടച്ചു. ശബ്ദം കേട്ട് ചുറ്റുമുള്ള ആളുകൾ അവരെ നോക്കുന്നുണ്ട്. ഹേയ്, ഐ എം സോറി, അത് കണ്ട് കിച്ചു പെട്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇത്രയും നേരം അവര് പറയുന്നതെല്ലാം കേട്ട് കിച്ചു ഇരിക്കുന്നതിന്റെ നേരെ പുറകിലെ ചെയറിലിരിക്കുകയായിരുന്ന അഗ്നി തന്നിലെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പോലും കഴിയാതെ ആ ദേഷ്യം മുന്നിലുള്ള ഗ്ലാസിനെ ഞെരിച്ചുകൊണ്ട് തീർക്കുകയായിരുന്നു. അവന്റെ മുഖമാകെ വെലിഞ്ഞു മുറുകി, ഞരമ്പുകൾ പിടഞ്ഞുയർന്ന ആകെ വല്ലാത്തൊരു ഭാവമായിരുന്നു. ഇല്ലടാ, നിന്നെ ഇനി ഞാൻ വെറുതെ വിടില്ല. ഇത്രയൊക്കെ എന്റെ പെണ്ണിനെ വെച്ച് നീ ചെയ്തു കൂട്ടിയിട്ടും ഇനിയും നിന്നെ ഞാൻ വെറുതെ വിടുന്നു കരുതണ്ട. അഗ്നിയുടെ ഉള്ളമാകെ തിളച്ചു മറിയുകയായിരുന്നു. കൈകൾക്കിടയിൽ കിടന്ന് ആ ഗ്ലാസ് പൊട്ടിയതുപോലും അവൻ അറിഞ്ഞിരുന്നില്ല. അത്രമേൽ കിച്ചുവിനോടുള്ള ദേഷ്യം ഉള്ളാകെ നിറയുന്നു. എങ്കിലും അവരുടെ സംസാരം മുഴുവൻ കേൾക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. കൈയൊന്ന് കുടഞ്ഞു കളഞ്ഞു അഗ്നി.
കയ്യിൽ നിന്ന് ചുടുരക്തം ഒഴുകിയിട്ടും കിച്ചുവിനെ കൊല്ലാനുള്ള കലിയായിരുന്നു അഗ്നിയിൽ. തന്റെ പെണ്ണിന്റെ ഫോട്ടോ മറ്റുള്ളവർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ച് അവളെ അതുപോലെ ചിത്രീകരിച്ചവനെ അവന് വെറുതെ വിടാൻ ആകുമായിരുന്നില്ല. തുടരും.